ഹലോ കൂട്ടുകാരെ, സുഖമല്ലേ? ഇന്ന് നമുക്ക് പൂക്കളെ കുറിച്ച് പരിചയപ്പെട്ടാലോ. ആദ്യത്തെ പൂവാണ് റോസ്. ഇതിന് മലയാളത്തിൽ പനനീർപ്പൂവ്, റോസാപ്പൂവ് എന്നൊക്കെയാണ് പറയുന്നത്. വളരെ സുഗന്ധമുള്ളൊരു പൂവാണിത്. പല നിറങ്ങളിൽ കാണപ്പെടുന്നു. റോസാപ്പൂവിനെ പൂക്കളുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പൂവാണിത്. അടുത്തൊരു പൂവാണ് മാരിഗോൾഡ്. ഇതിന് മലയാളത്തിൽ ചെണ്ടുമല്ലി, കൊങ്ങിണിപ്പൂവ് എന്നൊക്കെയാണ് പറയുന്നത്. കടും മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് കലർന്ന ഓറഞ്ച് എന്നീ ആകർഷകമായ നിറങ്ങളിലാണ് ഇവ സാധാരണയായി കാണപ്പെടുന്നത്. ഓണം വരുമ്പോൾ മുറ്റത്ത് പൂക്കളമിടാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഈ പൂ തന്നെയാണ്. അടുത്ത പൂവാണ് ലോട്ടസ്. ഇതിന് മലയാളത്തിൽ താമര എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ പുഷ്പമാണ്. ഇത് വെള്ളത്തിൽ വളരുന്ന പൂവാണ്. അടുത്ത പൂവാണ് സൺഫ്ലവർ. ഇതിന് മലയാളത്തിൽ സൂര്യകാന്തി എന്നാണ് പറയുന്നത്. ഇതിന്റെ പ്രധാന സവിശേഷത എന്തെന്നാൽ സൂര്യന്റെ ചലനത്തിനനുസരിച്ച് ഇത് തിരിഞ്ഞുകൊണ്ടിരിക്കും. അടുത്ത പൂവാണ് ജാസ്മിൻ. ഇതിന് മലയാളത്തിൽ മുല്ലപ്പൂ എന്നാണ് പറയുന്നത്. ഇത് നല്ല വെള്ള നിറത്തിലും സുഗന്ധമുള്ളതുമായ ഒരു പൂവാണ്. ഇതിന്റെ സുഗന്ധത്തിന് സ്ട്രെസ് കുറക്കാനും മനസ്സ് ശാന്തമാക്കാനുമുള്ള കഴിവുണ്ട്. അടുത്ത പൂവാണ് ഹിബിസ്കസ്. ഇതിന് മലയാളത്തിൽ ചെമ്പരത്തി എന്നാണ് പറയുന്നത്. സാധാരണയായി ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. എന്നാലും പല നിറങ്ങളിലും പല രൂപത്തിലും ചെമ്പരത്തി പൂക്കൾ ഉണ്ട്. നാട്ടിൻപുറങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു പൂവാണിത്. അടുത്ത മനോഹരമായ ഒരു പൂവാണ് 4 o'clock. ഇതിന് മലയാളത്തിൽ 4 മണിപ്പൂ എന്നാണ് പറയുന്നത്. പേര് പോലെ തന്നെ ഇത് വൈകുന്നേരം 4 മണിക്കൊക്കെ വിരിയുന്ന ഒരു പൂവാണ്. പിങ്ക്, പർപ്പിൾ, വെള്ള, ചുവപ്പ്, മഞ്ഞ തുടങ്ങി വിവിധ നിറങ്ങളിൽ കാണപ്പെടുന്നു. നല്ല സുഗന്ധമുള്ളൊരു പൂവാണിത്. അടുത്ത മനോഹരമായൊരു പൂവാണ് സീനിയ. ഇതിന് മലയാളത്തിലും സീനിയ എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് വിവിധ നിറങ്ങളിൽ കാണപ്പെടുന്നു. പൂന്തോട്ടത്തിലേക്ക് പൂമ്പാറ്റകളെ ആകർഷിക്കാൻ ഇതിലും മികച്ചൊരു പൂവില്ല. കൂട്ടുകാരെ, പൂക്കളെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഏത് പൂവാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.